അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മുടെ ചാണകം ലക്ഷ്മി പ്രിയ ഇപ്പോൾ അൻസിബയ്ക്കെതിരായിട്ട് വീണ്ടും കൂടുതൽ അലിഗേഷൻസുമായിട്ട് രംഗത്ത് വരികയാണ്. കാരണം ഈ പറയുന്ന ലക്ഷ്മി പ്രിയ നന്നായിട്ട് നാണം കെട്ടു മെഴുകി അൻസിബയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമ്മയില് വെച്ചിട്ട് യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതില് ലക്ഷ്മിപ്രിയയൊക്കെ നന്നായിട്ട് നാണം കെട്ട് മെഴുകി അവസാനം അമ്മയിൽ നിന്ന് അംഗത്വം തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. പുറത്തു വന്നതിന് ശേഷം അൻസിബയെ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയും തകർക്കണം, ആ കുട്ടിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോരോ കഥകളുമായിട്ട് നമ്മുടെ ചാണകം ചേച്ചി അതായത് ലക്ഷ്മി പ്രിയ രംഗത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നത്. ഇതിൽ ലക്ഷ്മിപ്രിയ പറയുന്നത് അൻസിബ മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ മദ്യം വാങ്ങി കൊടുത്തു, അതുപോലെ തന്നെ ഹോട്ടൽ റൂമിൽ അൻസിബയുടെ റൂമിലേക്ക് ഏതോ ഒരാൾ തലയിൽ തുണിയൊക്കെ ഇട്ട് പോയി, അത് ഞാൻ നേരിട്ട് കണ്ടു എന്നുള്ള വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ പറയുന്ന ചാണകം ചേച്ചി ലക്ഷ്മിപ്രിയ വന്ന് പറയുന്നത്. ഇത്രത്തോളം തരം താഴാൻ പാടില്ല. അതായത് ആ ഒരു പെൺകുട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ആ പെൺകുട്ടിക്കെതിരെയുള്ള ഈ അലിഗേഷൻ, അത് എന്താ ഈ ഒരു സ്ത്രീയെ പറയേണ്ടത്? എന്നാലും ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചാണകം ചേച്ചിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ പകയുണ്ട്. അതായത് മനസ്സിൽ അവർക്ക് നല്ല വൈരാഗ്യമുണ്ട് അൻസിബയോട്. അൻസിബയെ ഏത് വിധേനയും തകർക്കണം, നാണം കെടുത്തണം, അതിനു വേണ്ടിയിട്ട് ഓരോ കഥകളുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലെ, നമ്മള് ബിഗ് ബോസിലൊക്കെ ഈ പറയുന്ന അൻസിബയെ കണ്ടിട്ടുണ്ട്. അവര് പൊതുവെ ഒരു ഒതുക്കക്കാരിയാണ് അല്ലെ, ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഒന്നിനും പോവാ പെൺകുട്ടിയായിരുന്നു. ഈ പറയുന്ന അൻസിബയ്ക്കെതിരായിട്ട് ഇവർ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിന് മറുപടിയായിട്ട് ഇപ്പൊ അൻസിബ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് വായിക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന ചാണകം ചേച്ചി, ഇവർക്ക് ഉളുപ്പുണ്ടോ? ഇവര് ശരിക്കും നാണം കിട്ടും സമൂഹത്തിന് മുന്നിൽ. കാരണം ഇവര് നന്നായിട്ട് ഇപ്പൊ ട്രോളുകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. കയ്യിലിരിപ്പ് നന്നാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. എനിക്ക് ഉറപ്പാണ് ഇതിന് പിന്നിൽ ഈ പറയുന്ന ടിനി ടോമും ഉണ്ട്, അതുപോലെ ശ്വേതാ മേനോൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു കളി തന്നെയാണ് അൻസിബയ്ക്കെതിരായിട്ട്. അൻസിബയെ നാണം കെടുത്തണം, അല്ലെ അൻസിബയുടെ ആ ഒരു അവരെ ഇല്ലാതാക്കണം. ഇപ്പൊ നമുക്കറിയാം ജനങ്ങളുടെ മുന്നിൽ അൻസിബ ജയിച്ചു അല്ലെ, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമായിരുന്നു അൻസിബയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്കറിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തെളിയിക്കപ്പെടുകയും ചെയ്തു. അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെ അൻസിബയ്ക്കൊപ്പമായിരുന്നു. അവസാനം ആ അമ്മ സംഘടനയിൽ നിന്ന് ഈ പറയുന്ന ചാണകം ചേച്ചിക്കും ടിനി ടോമിനും ശ്വേതാ മേനോനൊക്കെ രാജിവെച്ച് പോകുന്നതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ അവളുമാരും ഒക്കെ നാണം കെട്ട് രാജിവെച്ച് പോയിട്ട് ഇപ്പൊ വീണ്ടും പുതിയ പുതിയ കഥകളുമായിട്ട് വരുവാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അൻസിബ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് വായിക്കാം. എൻ്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിനു കൂട്ടുനിന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്ക് അയച്ച സന്ദേശം മാത്രം ബാക്കി: തളരരുത്. ചാരുകസേരയിലിരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും
അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമല്ല. ലക്ഷങ്ങൾ ഒതുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. ഇനിയും അവർ ആക്രമിക്കും. ഇനിയും അവർ എന്നെ വേട്ടയാടും. എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. സ്നേഹത്തോടെ അൻസിബ ഹസൻ. എന്തായാലും വളരെ സങ്കടത്തോടു കൂടിയാണ് അൻസിബ ഈ ഒരു പോസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നത്. ഇന്നും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അൻസിബ ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രയോജനം? നിയമപാലകർ പോലും വേണ്ട നീതി ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല. ടിനി ടോമിനെ പോലുള്ള അല്ലെ ലക്ഷ്മിപ്രിയെ പോലെയുള്ളവർ പറയുന്നതൊക്കെയാണ് പോലീസുകാർക്കും വേദവാക്യം. ആ ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം ദ്രോഹിച്ചത് പോരാഞ്ഞിട്ട് വീണ്ടും അതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നാണം കെടുത്തി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്മിപ്രിയെ പോലെയുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ടിനി ടോം, ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ അങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ അൻസിബയ്ക്കെതിരായിട്ട് ഇങ്ങനൊരു അലിഗേഷനുമായിട്ട് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയിൽ ഈ ഒരു വിഷയം ചർച്ചയായപ്പോഴത്തേക്കും അമ്മ സംഘടനയിലുള്ള ആൾക്കാർ മൊത്തം ഈ പറയുന്ന അൻസിബയ്ക്കൊപ്പമായിരുന്നു. അവസാനം നാണം കെട്ട് അതിൽ നിന്നും രാജിവെച്ച് പോകേണ്ടി വന്നു കുറേയധികം താരങ്ങൾക്ക്. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ നന്നായിട്ടുണ്ട് അൻസിബയോട് എല്ലാവർക്കും. കാരണം എല്ലാവരും അൻസിബയുടെ മുന്നിൽ മുട്ടുകുത്തിയില്ലേ. ആ ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ആ പെൺകുട്ടിക്കെതിരായിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള അലിഗേഷൻസ് ആണ് ഈ ചാണകം ചേച്ചിയൊക്കെ വന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻസിബയെ വിശ്വസിക്കുന്ന, അൻസിബ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സപ്പോർട്ട് അൻസിബയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തെ കഥകൾ വന്നിട്ട് ചാണകം ചേച്ചികൾ വന്ന് മെഴുകിയാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീതി അൻസിബയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എത്രയോ പരാതികൾ അൻസിബ ടിനി ടോമിനെതിരായിട്ട്, ലക്ഷ്മിപ്രിയക്കെതിരായിട്ടൊക്കെ കൊടുത്തു. എന്തെങ്കിലും ഒരു നടപടി നിയമത്തിൻ്റെ മുന്നിൽ നിന്നുണ്ടായോ? ഇല്ല. അവരെല്ലാം നിൽക്കുന്ന ആരുടെ കൂടെ? ടിനി ടോം, ലക്ഷ്മിപ്രിയ അങ്ങനെയുള്ളവരുടെ കൂടെയാണ്. എന്തായാലും ദൈവത്തിൻ്റെ ഈ ഒരു കോടതിയിൽ ഇവനും ഒക്കെ മറുപടി പറയേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻസിബ നിരപരാധിയാണ്. ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇനി ഇതിനപ്പുറത്തെ കഥകളുമായിട്ടും ഇവളൊക്കെ വന്നാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു അൻസിബയെ കുറിച്ചിട്ട്? ഇപ്പം ഈ പറയുന്ന ചാണകം ലക്ഷ്മിപ്രിയ വന്നിട്ട് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. മതസ്ഥാപനത്തിൽ നിന്ന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ മതസ്ഥാപനത്തിൻ്റെ പണം ആ മതസ്ഥാപനത്തിനുള്ളതാണ്. അവിടെ വരുന്ന ഡിവോട്ടീസിനുള്ളതാണ് ആ പണം. അത് ഏത് മതസ്ഥാപനം ആയിക്കോട്ടെ. അത് ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്യേണ്ട ഒരു പണമല്ല അത്. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അപ്പോൾ ചില കമൻറ്റുകളൊക്കെ കാണുമല്ലോ, പാകിസ്ഥാനിൽ പോകുന്ന പലയിടത്തും. അത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്, നമ്മൾ കാണുന്ന കമൻറ്റുകളാണത്. ഇത് കേൾക്കുമ്പോൾ ഒരു വേദന ആലോചിച്ചിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന ചിലരത് വളരെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത് കളയാറുണ്ടെങ്കിൽ പോലും എന്തിന് എന്നോടത് പറയണോ?